ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് വായിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെന്ന് വാസുവേട്ടൻ. അത് ഞാൻ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു, ഡിഗ്രിക്ക് ഫൈനൽ ചെയ്യുമ്പം പഠിക്കുമ്പം അന്ന് ഞാൻ ശരിക്കും സിനിമയുടെ ഒരു ലെവലിൽ ഒരു ഭയങ്കരമായ ആഗ്രഹം വന്നപ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ ഇന്നത്തെ NFDC ഉണ്ടല്ലോ, ഇന്നത്തെ NFDCക്ക് മുൻപ് FFC എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു, ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ. അന്ന് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇതായിരുന്നു. പിന്നീടാണ് NFDC വന്നത്. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ പരസ്യം കണ്ടു, കഥകൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ നല്ല സ്ക്രിപ്റ്റ് കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷനുള്ള പണം അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെയാണത് വന്നത്, ഏതാണ്ടൊക്കെ വന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഒരു പടം പ്രൊഡ്യൂസ് വെച്ചാൽ ഉണ്ടാക്കാൻ. പൈസയൊന്നും കയ്യിലല്ല, എന്നെ FFC തരുമല്ലോ, സ്ക്രിപ്റ്റ് എഴുതണം. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇത് ഞാൻ വാസുവിനോട് പറഞ്ഞിരുന്നു. ഇതേപോലെ വീട്ടിന് പോയ സമയത്ത് ഒരു സെക്കൻഡ് 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല സമയം. പോയിരുന്നു. വാസുവിൻ്റെ ഏറ്റവും വലിയ സംഗതി, വാസുവിനൊന്നും മിണ്ടില്ല. അപ്പോൾ എത്ര നേരം ഒരാൾ മിണ്ടാത്ത ആളുടെ മുമ്പിൽ പോയി ഇരിക്കുക, അപ്പം നമ്മൾ വേഗം ഇറങ്ങും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും മിണ്ടാണ്ടിരുന്നത്, എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം വായിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. സൈക്ലോൺ എന്നായിരുന്നു അതിൻ്റെ പേര്, ടൈറ്റിൽ, ഇംഗ്ലീഷ് ടൈറ്റിലാണ് സൈക്ലോൺ. ചുഴലി എന്നാണ് എൻ്റെ പേര്, സൈക്ലോൺ എന്നിട്ട്. അപ്പം അതൊരു മാഷിൻ്റെ കഥയാണ്. അത് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വാസുവിന് വായിക്കാൻ കൊടുത്തു. വാസുവിനത് വായിച്ചു എന്നുള്ള എനിക്ക് ഉറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാസുവിന് വായിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു അതിൽ 1-2 കണ്ടൻറ്റുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു വാസുവിന്.